ക്ലാസ്സിലാക്കി നേരെ പോയത് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്കായിരുന്നു. അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റുകളും എല്ലാം ഹാജരാക്കി അപ്പോയിൻമെൻറ്റ് ലെറ്ററും വാങ്ങി നാളെ ജോയിൻ ചെയ്യാം എന്നാണ് അവരോട് പറഞ്ഞത്. പിന്നെ സ്റ്റാഫ് റൂമിൽ പോയി ടീച്ചേഴ്സിനെ എല്ലാം പരിചയപ്പെട്ട് ടൈം ടേബിളും വാങ്ങി ബുക്ക് സ്റ്റോറിൽ കയറി അവിടെ നിന്ന് തന്നെ +1-ൻ്റെയും +2-ൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളും കിട്ടി. എല്ലാവരോടും നാളെ മുതൽ ക്ലാസ്സിൽ വരാമെന്ന് പറഞ്ഞ് അവർ നേരെ വീണ്ടും യാത്ര തുടങ്ങി കുഞ്ഞിയുടെ വീട്ടിലേക്ക്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജിത്തുവും കുഞ്ഞിയും ഇറങ്ങി വന്നിരുന്നു. രണ്ടും തയ്യാറായി തന്നെ നിൽപ്പുണ്ടവിടെ. ഇറങ്ങി വന്നപ്പോൾ തന്നെ ഹരി കുഞ്ഞിയോട് ചോദിച്ചു, കുഞ്ഞി, നീ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തല്ലോ അല്ലേ? ഇനി അവിടെ ചെന്നിട്ട് അതില്ല ഇതില്ല എന്നെങ്ങാനും പറഞ്ഞ പൊന്നു മോളെ എൻ്റെ തലയടിച്ച് കീറും ഞാൻ. എൻ്റെ ഹരിയേട്ടാ, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. ദേ നോക്കിക്കേ, എൻ്റെ ഫത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊക്കി കാണിച്ചു. അപ്പോൾ നീ +2-ന് പിടിച്ച സർട്ടിഫിക്കറ്റ് എവിടെ? അതൊക്കെ വേണോ? ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിന് +2-ൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നോ? അത് ഞാൻ എടുത്തില്ലല്ലോ. ഹരിയാണെങ്കിൽ ഇതെന്ത് സാധനം എന്ന പോലെ അവളെ ഒന്ന് നോക്കി. ജിത്തു കലിപ്പിച്ചാണ് ഇരിക്കുന്നത്. ഇത്രയും നേരം അവിടെ പിന്നെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. കിളിച്ചോണ്ട് നിൽക്കാതെ പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് ഹരി അവളുടെ നേരെ ഒന്ന് ചാടി. അത് കേൾക്കേണ്ട താമസം കൊച്ചു നല്ല ജീവനുമായി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. അല്ല ജിത്തു, വരുൺ ഇതുവരെ വിളിച്ചില്ലല്ലോ, അവൻ്റെ കാര്യം എന്തായി? വിളിച്ചിട്ട് വേഗം പറയടാ, ഇറങ്ങി വഴിയിലോട്ടെങ്ങനെ നിൽക്കാൻ. അല്ല, ഈ ഓർഡർ ഇടുന്ന ആൾക്ക് അങ്ങോട്ട് വിളിച്ചാൽ എന്താ പ്രശ്നം? വിളി അങ്ങോട്ട് വരത്തില്ലേ? ജിത്തുവും വിട്ടുകൊടുക്കാതെ തന്നെ ചോദിച്ചു. എൻ്റെ പൊന്നുള്ളപ്പോൾ ഞാൻ എന്തിനാടാ വിളിക്കുന്നത് എന്നോർത്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹരി ജിത്തുവിനെ സോപ്പിടാൻ തുടങ്ങി. പിന്നെ അവൻ്റെ കള്ളത്തരമൊക്കെ മനസ്സിലാക്കിയിട്ട് ജിത്തു തന്നെ വരുണിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അത്രയും നേരമായിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയ സാധനം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എടാ ജിത്തുവേ, അവൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയതാണോ ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാണോ? എത്ര നേരമായി കുരിപ്പ് പോയിട്ട്. ജാനിയാണെങ്കിൽ ഇവരുടെ എന്താ നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ രണ്ടിനെയും കാട്ടിക്കൂട്ടലുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജാനി, നീ ഇങ്ങനെ ഇരിക്കാതെ ആ കുരിപ്പിനെ പോയി കൂട്ടിക്കൊണ്ട് വാ. ഞങ്ങളിൽ ആരെങ്കിലോ ചെല്ലുന്നതെങ്കിൽ പിന്നെ അവളെ ഭിത്തിയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടി വരുവേ. അത്രയും കേട്ടപ്പോൾ ജാനി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് കുഞ്ഞ് സർട്ടിഫിക്കറ്റുമായി ഓടി വരുന്നത്. എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് കയറിയിരുന്നു. അപ്പോൾ എല്ലാം വണ്ടി എടുത്തോ? 3 പേരും അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കി. അപ്പോൾ ഏറ്റില്ലല്ലേ? അവളോട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഹരിയോ ജിത്തുവോ ഒന്നും പറയാൻ നിന്നില്ല. പിന്നെ അനിയത്തിയും ചേട്ടത്തിയും കൂടി അങ്ങ് വർത്താനം തുടങ്ങി. വണ്ടി നിർത്തിയതോ വരുൺ കയറിയതോ ഒന്നും രണ്ടും അറിഞ്ഞിട്ടില്ല. അവർ അവരുടേതായ ലോകത്ത് കാര്യമായ എന്തൊക്കെയോ ചർച്ചയിലാണ്. അങ്ങനെ അവർ കുഞ്ഞിയെ ചേർക്കാനുള്ള സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അതുകൊണ്ട് നാളെ തന്നെ ക്ലാസ്സിൽ ചെല്ലണം. അങ്ങനെ ചേരാനുള്ള ഫോം അവർ ജിത്തുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവൻ അത് പൂരിപ്പിച്ച് തുടങ്ങി. പേര് നിള ഇന്ദ്രജിത്ത്. അങ്ങനെ 7500 ഫീസും അടച്ച് അതോടെ അഡ്മിഷൻ പരിപാടികൾ കഴിഞ്ഞു. ഇനി അടുത്തത് ചേച്ചിക്കും അനുജത്തിക്കും ബാഗും സാധനങ്ങളും വാങ്ങിക്കലാണ്. അവർ നേരെ അവിടെ നിന്ന് പോയത് ജോയ്മോളിലേക്കാണ്. ബാഗ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വരുണിൻ്റെ ഫോണിൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. ഹലോ, എന്താ ലക്ഷ്മി അമ്മേ? ആണോ, ശരി, ഞങ്ങളിതേ വേഗം വരാം. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. എന്നാടാ, എന്താ അമ്മ പറഞ്ഞത്? എടാ, അത് അവൾ വന്നിട്ടുണ്ട്. അത് പറയുമ്പോഴും അത് കേട്ടപ്പോഴും വരുണിൻ്റെ മനസ്സിൽ ഒരു മഞ്ഞ് വീണ ഫീലായിരുന്നു. ഒരു വല്ലാത്ത കുളിര്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവളെ കാണാൻ പോകുന്നത്. ഇനി അവളെ തിരിച്ചു വിടില്ല എന്ന് അവന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കുഞ്ഞി ജാനി, അമ്മ വിളിച്ചു, വേഗം ചെല്ലാനാ പറഞ്ഞത്. അവൾ വന്നിട്ടുണ്ട്. ആണോ, ഒരു 20 മിനിറ്റ് വരണേട്ടാ, ദേ ഇപ്പം തീരും. അതും പറഞ്ഞ് ജാനി മുന്നിലേക്ക് നടന്നു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഹരിയുടെയും ജിത്തുവിൻ്റെയും അടുത്തേക്കെത്തി. അവൾ വന്നു. എന്നിട്ടെന്താടാ നിൻ്റെ മുഖത്തിനൊരു തെളിച്ചയില്ലാത്തത്? ഓ, ഒന്നുമില്ല, നിങ്ങൾ തന്നെ സംസാരിച്ചോണം അവളോട് എന്നാന്ന് വെച്ചാൽ. ആ നേരം കൊണ്ട് തന്നെ ജാനി 2 പേർക്കും ബാഗും ബുക്കും പേനയും എല്ലാം വാങ്ങി എത്തിയിരുന്നു. ഹരി തന്നെയാണ് 2 പേരുടെയും ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത്. പിന്നെ വീട്ടിലേക്കൊരു യാത്രയാണ്. പോകുന്ന യാത്രയിൽ എല്ലാം വരുൺ സൈലൻ്റ് ആയിരുന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ എങ്ങനെയെങ്കിലും ഭദ്രയെ ഇവിടെ പിടിച്ചു നിർത്തണം. അവളില്ലാതെ തനിക്കിനി പറ്റില്ല. എന്നാൽ ഭദ്രയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്തിനാ തന്നെ വിളിച്ചു വരുത്തിയതേക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അതുകൂടാതെ ഈ വീടും സ്ഥലങ്ങളും തൻ്റെ വരുണേട്ടൻ്റെയും പ്രണയവും സ്നേഹവും എല്ലാം കണ്ട നാളുകൾ അവളുടെ ഓർമ്മകളിലേക്ക് വന്നു. അതെല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമാണ്.
എന്നാൽ പതിവിലും വിപരീതമായി ഇന്ന് അച്ഛനും അമ്മയും ഒത്തിരി സംസാരിക്കുന്നുണ്ട്. ഇരുവരുടെയും മുഖത്ത് സന്തോഷം അങ്ങ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, ഇനി ഹരിയേട്ടൻ കെട്ടിയോ? ഏയ്, അതാകാൻ വഴിയൊന്നുമില്ലല്ലോ. അങ്ങേര് പരമശിവനല്ലേ. പിന്നെന്താ കാര്യം? ഭദ്രയുടെ തല പുകയാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാതെ. അച്ഛനാണെങ്കിൽ പത്രത്തിൽ ഇറങ്ങിയിരുന്ന് വായനയാണ്, അമ്മയാണെങ്കിൽ ഉച്ചക്കത്തെ സീരിയലിലാണ്. ഭദ്രയ്ക്കൊരു സമാധാനവുമില്ല. അപ്പോഴാണ് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഭദ്രയുടെ കണ്ണുകൾ വെളിയിലേക്ക് നീണ്ടു. കുഞ്ഞിയുടെയും വരുണിൻ്റെയും കൂടെ പുതിയ ആളെ കണ്ടപ്പോൾ ഭദ്രയുടെ ഹൃദയം ഒന്ന് നിന്നു പോകുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ ഒന്ന് വെട്ടിച്ചു. അവളുടെ കണ്ണുകളിൽ ഈറൻ മുത്തുകൾ സ്ഥാനം പിടിച്ചിരുന്നു. നിമിഷ നേരം കൊണ്ട് എല്ലാവരും സെറ്റിയിലും ദിവാനിലുമായി സ്ഥാനം പിടിച്ചു. എൻ്റെ ഭദ്രക്കൊച്ചെ, ഈ കുരുപ്പ് കാരണം ഇത്ര താമസിച്ചത്. ഹരി അത് പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അത് സാരമില്ല ഹരിയേട്ടാ. എന്താ ഞാൻ വരാൻ പറഞ്ഞത്? ഒരു വിറയലോടെ ഭദ്ര അത് ചോദിച്ചു. അവളുടെ ശബ്ദത്തിലെ ഇടർച്ച എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ ഭദ്രക്കൊച്ചെ, ഒന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവിടെ ഒരു വിവാഹം നടന്നു. അന്നേരം ഒന്നും പറയാൻ പറ്റിയില്ലെന്നേ. ഇവൻ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നതാ. ഒരു പാവം കൊച്ചാണെന്നേ. നിറഞ്ഞ കണ്ണുകളോടെ ഭദ്ര ജാനകിയെ ഒന്ന് നോക്കി. അവിടെ അവൾക്കൊരു പുഞ്ചിരിയൊക്കെയുണ്ട്. അപ്പോഴാണ് അവൾ കാണുന്നത് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളെ. താൻ കണ്ടത് വിശ്വസിക്കാനാകാതെ അവൾ ഒന്നുകൂടെ നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട. ഈ ഹരിനന്ദൻ്റെ ഭാര്യയാണിത്. ടീച്ചറാണ് കേട്ടോ. ഹരിയുടെ ആ വെളിപ്പെടുത്തൽ ചെറുതല്ല ഭദ്രയിൽ സന്തോഷം വരുത്തിയത്. നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങി. സൗഹൃദ സംഭാഷണങ്ങളെല്ലാം ഒഴിവാക്കി അവൻ സീരിയസ് ആയി കാര്യങ്ങളിലേക്ക് സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിപ്പം ഏകദേശം ഒരുപോലെയായി. ഇനി വരും, അവനൊരു ജീവിതം വേണം. അതിന് നീ തിരിച്ചെത്തണം. അതിനുവേണ്ടി നിന്നെ വിളിച്ചു വരുത്തിയത്. ഇത്രയും നാൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ആരും ഇടപെടാതിരുന്നത് നിങ്ങളാൽ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനിയും അങ്ങനെ സമയം കളഞ്ഞാൽ ശരിയാകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് തന്നെ. അത്രയും നേരം തെളിഞ്ഞു നിന്ന മുഖം പെട്ടെന്ന് അവളുടെ അങ്ങ് താന്നു. അതെല്ലാവരും കാണുകയും ചെയ്തു. അത് ഹരിയേട്ടാ, അന്ന് അബോഷനായപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നല്ലേ. എനിക്കിനി എന്താന്ന് ഹരി വല്ലാതെ ദേഷ്യപ്പെട്ട് തുടങ്ങി. അത് ഹരിയേട്ടാ, പറയടി, എനിക്കും അറിയണം നിനക്കെന്താ പറയാനുള്ളതെന്ന്. എന്നെ ഒഴിവാക്കി പോവാൻ നിനക്കെന്താ കാരണമെന്ന്. വരുൺ ദേഷ്യപ്പെട്ട് തുടങ്ങി. ഭദ്രയിൽ ഭയം നിറഞ്ഞു തുടങ്ങി. ജാനിയും കുഞ്ഞിയും ഭദ്രയുടെ അവസ്ഥ മനസ്സിലാക്കി അവളുടെ അടുത്തേക്കിരുന്നു. വരുൺ, നീ മിണ്ടാതിരുന്നേ. അവൾക്കെന്താ പറയാനുള്ളതെന്ന് ആദ്യം പറയട്ടെ. പിന്നെ കുറച്ചു നേരം അവിടെ നിശബ്ദത മാത്രമായിരുന്നു. ആരുമൊന്നും മിണ്ടിയില്ല. പക്ഷേ അവരുടെ എല്ലാം കണ്ണുകൾ ഭദ്രയിൽ മാത്രമായിരുന്നു. ജാനിയുടെ തോളിലേക്ക് മുഖം ഒളിപ്പിച്ച് വിളിച്ച് കരയുന്ന ആ പാവം പെണ്ണിലേക്ക് മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരി ഭദ്രയെ വീണ്ടും വിളിച്ചു. ഭദ്ര, ഇനിയും സമയം കളയാനില്ല. എനിക്ക് മക്കളുണ്ടാവാൻ 10% ഉള്ളൂ. എൻ്റെ ആ കുറവ് കൊണ്ട് വരുണിൻ്റെ ലൈഫിൽ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ തളർന്നു പോയിരുന്നു. അവളെ ജാനകി തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഞാൻ അറിഞ്ഞ ജീവിതത്തിലെ കയ്പുനീരുകളാണല്ലോ ഇവളെയും. അങ്ങനെ എന്തൊക്കെയോ അവളുടെ തലയിൽ കൂടെ കടന്നുപോയി. ജിത്തു കുഞ്ഞിയെ മാറ്റി അവിടെ ഇരുന്നു ഭദ്രയുടെ അടുത്ത്. ഭദ്ര, ഇങ്ങോട്ട് നോക്കിക്കേ. അവളുടെ ഏങ്ങലടികൾ മാത്രം ഉയർന്നു തുടങ്ങി. അതൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വരുണിന്. അവളുടെ കണ്ണ് നിറയുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുവരെ. അവളുടെ അടുത്തേക്ക് പോവാനൊരുങ്ങിയ വരുണിൻ്റെ കയ്യിൽ ഹരിയുടെ കൈകൾ മുറുങ്ങി. അവൻ എന്താ എന്ന അർത്ഥത്തിൽ ഹരിയെ ഒന്ന് നോക്കി. അവളെല്ലാം കരഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് പറയാം. അതവൾക്ക് മനസ്സിലാകും. നീ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കടാ. അവൻ അവിടെ തന്നെ ഇരുന്നു. വരുണിൻ്റെ കൈ ഹരിയുടെ കൈകളിൽ മുറുകിക്കൊണ്ടേയിരുന്നു. അതിൽ നിന്ന് തന്നെ അവൻ്റെ മാനസിക സംഘർഷം ഹരിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഭദ്രയെ ജാനിയിൽ നിന്നും പിടിച്ച് ജിത്തു മാറ്റിയിരുന്നു. ഭദ്ര, നീ എന്നെ ഒന്ന് നോക്കിക്കേ. നീ ഈ പറയുന്ന അബോഷൻ കുഞ്ഞിക്കും നടന്നില്ലേ? അതും 1 2 പ്രാവശ്യം. എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞോ? അവളൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും വേറെ എവിടെയോ നോക്കിയാണ് ഇരിക്കുന്നത്. എന്താ ഭദ്ര, നിനക്ക് ഉത്തരയില്ലേ? നിന്നേക്കാളും എത്ര വയസ്സിനുള്ളതാ അവള്. അവൾക്ക് പോലും ഈ കാര്യത്തിൽ നിന്നേക്കാളും പക്വതയുണ്ടല്ലോ. അത് ഞാൻ ജിത്തു, നീ ഒന്നുമില്ല. നിൻ്റെ മനസ്സിൻ്റെ വിഷമവും വേദനയും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. അതെല്ലാം നമുക്ക് മറന്നേക്കാം ഭദ്ര. ജിത്തുവേട്ടാ, നീ തന്നെ ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞ് വെള്ളം അടിച്ച് നടന്ന ഞാൻ കെട്ടിയെങ്കിൽ നീയും ജീവിക്കും എൻ്റെ വരുണിൻ്റെ കൂടെ.
അല്ലെങ്കിൽ നിൻ്റെ ചന്തിക്ക് ഞാൻ 2 ചൂരൽ കൊണ്ട് തരും പെണ്ണെ. അതോടെ അവിടെ ഒരു ചിരി വിടർന്നു. പിന്നെ എല്ലാവർക്കും വിശപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭദ്രയുടെയും വരുണിൻ്റെയും ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾക്ക് ഒരു പരിസമാപ്തി കുറിച്ചു. പരസ്പരം സ്നേഹവും കരുതലും കൂടിയതുകൊണ്ടാണ് ഭദ്രയും വരുണും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. പരസ്പരം അകറ്റി നിർത്താനോ അകന്നു നിൽക്കാനോ സ്നേഹം കുറയ്ക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. കാരണം രണ്ടുപേരുടെയും ഉള്ളിൽ സ്നേഹം മാത്രമാണ്. ആ സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവൾ തൻ്റെ കുറവുകളാണെന്ന് അവൻ്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ അവനിൽ നിന്നും വിട്ടുമാറിയത് പോലും. എല്ലാവരും ഒന്നിച്ചിരുന്ന് ആണ് ഭക്ഷണം കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് പോകാനൊരുങ്ങിയ വരുണിനോടും ഭദ്രയോടുമായി ഹരി ഒരു കാര്യം പറഞ്ഞു. ഈശ്വരൻ 10% തന്നിട്ടുണ്ടെങ്കിൽ ആ 10 100 നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഇപ്പോൾ എല്ലാവരോടും കൂടി പറയാം. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഭദ്രയും തിരിച്ചു വന്നു. ഇനി നമുക്ക് 3 പേർക്കും ഇടയിലാണൊരു മത്സരം. ആദ്യം ആരാണ് ഗോൾ അടിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും കണ്ണും മിഴിച്ചു ഒന്ന് നിന്നു. കാരണം ആദ്യമായിട്ടാണ് ഹരിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം വരുന്നത്. വരുണേട്ടാ, നിങ്ങൾ സത്യം പറ, ഈ ജാനി എന്ത് കൈവശമാണ് എൻ്റെ ഹരിയേട്ടന് കൊടുത്തത്? ഇങ്ങനൊക്കെ ആൾക്കാർ മാറുമോ? അത് കൈവശമൊന്നുമല്ല ഭദ്രക്കൊച്ചേ. എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ എനിക്ക് തോന്നി. ഇത്രയും പാവമായ അവളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കുക? അതെല്ലാവരെയും കേൾപ്പിക്കാൻ പറയുന്നതാണെന്ന് ജാനിക്കും അറിയാം. പക്ഷേ ആ വാക്കുകൾ ഒരിക്കൽ സത്യമാകുമെന്ന് അവളും വിശ്വസിച്ചിരുന്നു. കാരണം ഹരിയോടുള്ള അവളുടെ സ്നേഹം അത്രയ്ക്ക് ഉറച്ചതായിരുന്നു. അച്ഛനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെവി കടിക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? മോൻ നമ്മളെ പറ്റുകയല്ലെന്ന്. നീ നോക്കിക്കോ, 1 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരിക്കും. നിങ്ങളുടെയല്ലേ മോൻ, 1 വർഷമൊന്നും വേണ്ടി വരില്ല. ഒന്ന് പതിയെ പറയേണ്ട ഭാര്യയെ. നമ്മുടെ പുത്രൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചങ്ങ് ട്രോളും. പിന്നീട് അങ്ങോട്ട് കപ്പടിക്കാനുള്ള മത്സരമായതുകൊണ്ട് തന്നെ വരുണും ഭദ്രയും നേരെ വീട്ടിലേക്ക് വിട്ടു. ജിത്തു കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്കും പോയി. പിള്ളേർ വരുന്നതിന് മുമ്പ് വീട് പിടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്. അച്ഛനും അമ്മയും ഹാളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവരെ കാണിക്കാൻ ഹരി ജാനിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമ്മളായിട്ട് എന്തിനാ ഭാര്യയെ മിച്ചം നിൽക്കുന്നത്? ഞാനും ട്രോഫി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവന്മാരെക്കാൾ മുന്നേ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ജാനിയെ വലിച്ചുകൊണ്ട് പോയത്. താൻ പറഞ്ഞത് ശരിയാടോ ഭാര്യയെ, ഇവൻ 1 വർഷമൊന്നും അതിന് സമയം കൊടുക്കത്തില്ല. അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യും പിടിച്ച് റൂമിലേക്ക് നടന്നു. എനിക്കിപ്പോഴാണ് സത്യമായിട്ടും സമാധാനമായതെൻ്റെ ജാനി. വരുൺ അവനൊരു വേദനയായിരുന്നു എനിക്ക്. തനിക്കറിയാലോ, വരുണും ജിത്തുവും കുഞ്ഞിയും പിള്ളാരും ഭദ്രയും എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അവർക്ക് ആർക്കെങ്കിലും വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ലടോ. ഇപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലും പുതിയൊരു സന്തോഷം വരുമെന്ന് തോന്നിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ജാനി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആ കണ്ണുകളിലുള്ള കുസൃതിയും നുണക്കുഴിയും എല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എവിടെയോ മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. താൻ എന്താടോ ഒന്നും പറയാത്തെ? എൻ്റെ മുഖത്തിങ്ങനെ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ തന്നെ കാര്യം മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കാം. തൽക്കാലം അതൊന്നും ഇവിടെ ആരും അറിയണ്ട. കാണിക്കാം ഹരിയേട്ടാ. ഒരു കുഞ്ഞ്, അതെൻ്റെ ജീവനാണ്, എൻ്റെ സ്വപ്നമാണ്, എൻ്റെ ലക്ഷ്യം എൻ്റെ കുഞ്ഞ്. കുഞ്ഞിനെക്കുറിച്ച് വാചാലയാകുന്ന ജാനിയെ ഹരിയും ഒരു നിമിഷം ഒന്ന് നോക്കി. അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം തനിക്കറിയാം. അവൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നും ഇനിയും അവൾക്കൊരു വേദന നൽകാൻ താൻ മൂലം കാരണമാകില്ല. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്കുണ്ടാക്കണമെന്ന് ഹരിയും തീരുമാനിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ? ഇനി താലിയിൽ ആരാദ്യം കപ്പടിക്കുമെന്ന് നമുക്കറിയണ്ടേ? വരുണിൻ്റെയും ഭദ്രയുടെയും ജീവിതത്തിൽ ഇനി കുഞ്ഞുങ്ങളുണ്ടാകുമോ? അവരുടെ ജീവിതം എന്താകും? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. 2 അബോർഷനൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥിരതയും ബോധവുമില്ലാത്ത നമ്മുടെ കുഞ്ഞിക്കൊരു കുഞ്ഞുണ്ടായാൽ അതെന്താകുമെന്നും അറിയണ്ടേ? ജാനകിയും ഹരിയും അവരുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും ഈശ്വരന്മാർ കാത്തു വച്ചിരിക്കുന്നത്? അതും ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ എൻ്റെ കഥകളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കഥ ഇഷ്ടമായത് ഞാനെങ്ങനെ അറിയാം? കഥ ഇഷ്ടമാകുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഇനി എനിക്ക് വളരാനുള്ള ഊർജം അതിലാണ്. അതുകൊണ്ട് അതൊന്ന് കമൻ്റായി കൂടി രേഖപ്പെടുത്തണേ. പിന്നെ പറയാൻ മറന്നുപോയി,
അല്ലെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക. ഇതേ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് വേറെ കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രണയത്തിൻ്റെ തീവ്രത നിറഞ്ഞു നിൽക്കുന്ന കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ രാവൺ സ്റ്റോറീസ് എന്ന എൻ്റെ അക്കൗണ്ടിൽ കൂടി ഒന്ന് നോക്കാവുന്നതാണ്. താങ്ക് യു.